Students, നമ്മൾ 11th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ സം ബേസിക് കൺസെപ്റ്റ്സ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മൊഡ്യൂൾ 3 വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ് പോകുന്നത്. അതിൽ ഇനിയൊരു മെയിൻ ടോപ്പിക്കാണ് കുറേ പ്രോബ്ലംസ് ഒക്കെ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു പോർഷനാണ് വേസ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ. നമുക്കറിയാം, നമ്മൾ ലാബിലൊക്കെ 11th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡിൽ CBSE-കാർ ലാബിൽ പോകും. അതേപോലെ 12th സ്റ്റാൻഡേർഡ് സ്റ്റേറ്റുകാർ 12th സ്റ്റാൻഡേർഡിലാണ് ലാബിലൊക്കെ പോകുന്നത്. അപ്പോൾ സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾക്കായാലും ഇതായാലും നമ്മൾ ലാബിലൊക്കെ കയറുമ്പോൾ അവിടെയുള്ള ആസിഡ്സിൻ്റെയും അതേപോലെ തന്നെ അവിടെ ഇരിക്കുന്ന കെമിക്കൽസിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ അത് എത്രമാത്രം കോൺസെൻട്രേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ടേംസ് ഉണ്ട്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അത് നമ്മളൊരു മേജർ 4 ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ 11th സ്റ്റാൻഡേർഡ് NCERT ടെക്സ്റ്റിൽ ഉള്ളത്. ഇതല്ല, ഇതിൽ കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് തൽക്കാലം നിങ്ങൾ ഇപ്പോൾ പഠിക്കാനായിട്ട് നിൽക്കേണ്ടതില്ല. നമ്മൾ NCERT പോർഷൻ ടെക്സ്റ്റിലെ കണ്ടൻസ്ഡ് സിലബസ് പോർഷൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. തന്നെ NCERT-യിലുള്ള ഈ ഒരു 4 ടേംസ്, ഈ ഒരു 4 ക്വാണ്ടിറ്റീസ്, അവരുടെ ഇക്വേഷൻ, അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, അത് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. അപ്പോഴത്തേക്ക് നമുക്ക് പോർഷൻസിലേക്ക് പോകാം. വേസ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷനിൽ ആദ്യം വരുന്ന ടേമാണ് മൊളാരിറ്റി. മൊളാരിറ്റി, RITY, മൊളാരിറ്റി. ക്യാപിറ്റൽ ലെറ്റർ M കൊണ്ടാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതിന്റെ ഷോർട്ട് എഴുതി കഴിഞ്ഞാൽ ദ സിമ്പിൾ ഈസ് ക്യാപിറ്റൽ ലെറ്റർ M. ഇനി ഈ മൊളാരിറ്റിയുടെ ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഇക്വേഷൻ ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പോൾ ഈ എന്താണ് ഈ നമ്പർ ഓഫ് മോൾസ് എന്നുള്ളത് നിങ്ങൾ 9th സ്റ്റാൻഡേർഡ് 10th സ്റ്റാൻഡേർഡ് ലെവലിൽ എവിടെയെങ്കിലും കേട്ടുകയാണ്. ഇനി ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുക. ഈ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമുക്ക് കുറേ എക്സ്പ്രഷൻസ് ഉണ്ട്. മിനിമം ഈ 3 ഇക്വേഷൻസ് എങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയിൽ വരണം. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ മൊളാരിറ്റിയുടെ യൂണിറ്റ് എഴുതി കഴിഞ്ഞാൽ മോൾസ് പെർ ലിറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് 5 ലെറ്റേഴ്സ് മോളാർ എന്ന് നമുക്ക് പറയാം. എന്തെന്ന് പറയാം? മോളാർ എന്ന് പറയാം. അപ്പോൾ ഈ നമ്പർ ഓഫ് മോൾസ് N, നമ്പർ ഓഫ് മോൾസ് നമ്മൾ മിക്കയിടത്തും കൊടുക്കുന്ന ഷോർട്ട് ഫോം N ആണ്. N ഇവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്തുവാ? നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഈ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് ആണ്, അല്ലെങ്കിൽ ഗിവൺ നമ്പർ. ചിലപ്പോൾ എന്താ പറയുക 10⁻³ മോളിക്യൂൾസ് എന്ന് പറയുന്നത്, അപ്പോൾ അതാണ് അവിടുത്തെ ഗിവൺ നമ്പർ ബൈ ദ അവഗാഡ്രോ നമ്പറിന്റെ വാല്യൂ 6.022 എന്നോ 023 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇൻറ്റു 10⁻23 ആണ്, പോസിറ്റീവ് പവർ ആണ്. അല്ലെങ്കിൽ വോളിയത്തിന്റെ ടേംസിൽ പറയാം, ഗിവൺ വോളിയം ഇൻ ലിറ്റർ. ഇപ്പോൾ 500 ml എന്ന് പറഞ്ഞാൽ ആ ml നമ്മൾ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ലിറ്ററിലാക്കിയിട്ട് ആ ലിറ്ററിനെ 22.4 ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഈ നമ്പർ ഓഫ് മോൾസ് ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് എടുക്കണം. അപ്പോൾ എന്താണ് സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ എന്നൊക്കെ നിങ്ങൾ 9th 10th ലെവലിൽ കുറേ സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ അതൊന്നും കൂടി പറയുവാണ്. അപ്പോൾ മൊളാരിറ്റിയുടെ ടേംസിൽ ആകെ ഓർത്ത് വെക്കേണ്ട സാധനത്തിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മോൾസ് പെർ ലിറ്റർ. അതിന്റെ ഷോർട്ട് ഫോം ചെയ്തിട്ടുള്ള യൂണിറ്റ് നിങ്ങൾക്ക് മോൾസ് പെർ ലിറ്റർ എന്ന് വലിച്ചു നീട്ടി എഴുതാൻ വയ്യ എങ്കിൽ നിങ്ങൾ എന്ത് എഴുതാം? മോളാർ എന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇനി രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ടേംസ് ആണ് മൊളാലിറ്റി സ്മാൾ ലെറ്റർ M. മൊളാലിറ്റി സ്മാൾ ലെറ്റർ M. ഇതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇവിടുത്തെ ന്യൂമറേറ്റർ സെയിം ആണ്, അടിയിലുള്ള ഡിനോമിനേറ്റർ ആണ് ഡിഫറൻറ്റ്. കാര്യം അവിടെ വോളിയം ഓഫ് സൊല്യൂഷൻ വന്നെങ്കിൽ ഇവിടെ മാസ് ഓഫ് സോൾവെന്റ് ആണ്. അപ്പോൾ എന്താണ് ഈ സോൾവെന്റ്, സൊല്യൂട്ട്, സൊല്യൂഷൻ? നമുക്കൊരു ഇക്വേഷൻ രൂപത്തിൽ എഴുതിയാൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത് സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേരുമ്പോഴാണ്. അതിന് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ഉപ്പുവെള്ളം, സാൾട്ട് വാട്ടർ. അതെങ്ങനെ ഉണ്ടാവുന്നത്? സാൾട്ട് വാട്ടർ ഫോം ചെയ്തത് സാൾട്ട് പ്ലസ് വാട്ടർ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ആരെ കിട്ടിയത്? സാൾട്ട് വാട്ടർ കിട്ടി. അപ്പോൾ സാൾട്ട് വാട്ടറിലെ സാൾട്ട് ആരാ? സൊല്യൂട്ട്. വാട്ടർ ആരാ? സോൾവെന്റ്. സാൾട്ട് വാട്ടർ ആരാ? സൊല്യൂഷൻ. ഇത്രയും സിമ്പിൾ ആയിട്ട് ഒരു സൊല്യൂഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ, അല്ലാതെ വേറെ ഡെഫിനിഷൻസിലേക്കൊന്നും പോകണ്ട. ഇനി സൊല്യൂട്ടിനും സോൾവെന്റിനും വേറെ രീതിയിൽ ഡെഫിനിഷൻ ഉണ്ട്. ഒരു സൊല്യൂട്ടിന്റെ അളവ് എപ്പോഴും കുറവായി, അതായത് ഒരു സൊല്യൂഷനിൽ കുറഞ്ഞ അളവിൽ കാണുന്ന ആളാണ് ആര്? സൊല്യൂട്ട്. The quantity or the element or the compound that is present in small quantity in a solution is called the solute. ഇനി a compound or a element which is present in large amount in a solution is called the solvent. ഓക്കെ, നിങ്ങൾക്കറിയാം യൂണിവേഴ്സൽ സോൾവെന്റ് ആണ് ആര്? വാട്ടർ. ഓക്കെ,
ഇനി നമ്മൾ നമ്മുടെ മൊളാലിറ്റിയിലോട്ട് വരികയാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അപ്പോൾ ഈ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? അവിടെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ച 3 ഇക്വേഷനിൽ ഏതാണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആവശ്യമായിട്ട് വരുന്നത് അതിട്ട് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇനി ഇതിന്റെ യൂണിറ്റ് അവിടെ പറഞ്ഞതുപോലെ ഇത് മോൾസ് പെർ എന്ത് വരും? കിലോഗ്രാം. ഓക്കെ, ഓർ ഫസ്റ്റ് 5 ലെറ്റേഴ്സ് എടുത്ത് എന്ത് വരും? മോളാർ. ഇനി ഇത് ഓർത്ത് വയ്ക്കുക. എപ്പോഴും നമ്മൾ സ്കൂളിലും പറയുമ്പോഴൊക്കെ എപ്പോഴും ഇങ്ങനെ കൺഫ്യൂസിങ് മൊളാലിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് തമ്മിൽ കൺഫ്യൂസ് ആവാതിരിക്കാൻ ഞാൻ ഷോർട്ട് ചെയ്ത് പറയുന്നത് ഈ സാധനം നമ്മുടെ മോഹൻലാൽ, സിനിമ നടൻ മോഹൻലാലിന്റെ സാധനം. കാര്യം ഇതിൻ്റെ അകത്തൊരു ലാൽ ഒളിഞ്ഞിരിപ്പുണ്ട്, LAL ലാൽ. അപ്പൊ ഈ പറഞ്ഞ പോലെ മോഹൻലാലിന്റെ സാധനം ഏതാ? മൊളാലിറ്റി. മറ്റേതാരാ? മൊളാരിറ്റി. കൺഫ്യൂസിങ് ആയത് നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് ആ സ്പെല്ലിംഗ് കൂടെ കറക്റ്റ് പറഞ്ഞു കൊടുത്തേക്കണം, അല്ലെങ്കിൽ ഇക്വേഷൻ ആൾറെഡി മാറും. നന്നായിട്ട് ശ്രദ്ധിച്ചു വേണം ഇത് പറയാൻ. ഇനി മൂന്നാമത്തെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന വേറൊരു രീതിയാണ് മോൾ ഫ്രാക്ഷൻ. മോളുകളുടെ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ റേഷ്യോ. ഫ്രാക്ഷൻ മീൻസ് ഇറ്റ് ഈസ് എ റേഷ്യോ. ആരുടെ റേഷ്യോ? മോൾസിന്റെ റേഷ്യോ. അപ്പോൾ മോൾ ഫ്രാക്ഷന്റെ ഒരു ഗ്രീക്ക് സിമ്പിൾ നിങ്ങൾ ആംഗിളിന്, മാത്സിൽ ആംഗിളിന് തീറ്റ പറഞ്ഞിട്ടില്ലേ? അതേപോലെ ഇവിടെ മോൾ ഫ്രാക്ഷന്റെ സിമ്പിൾ കൈയാണ്. ഒരു എക്സ് പോലൊരു സാധനം ഇടും, അതിന്റെ ഒരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരച്ചു. അപ്പോൾ ഇതാണ് കൈ, CHI ആണ്. നിങ്ങൾ എഴുതണമെന്നില്ല, ജസ്റ്റ് ഈ സിമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് വായിക്കാൻ പഠിച്ചേക്കണം. ദിസ് ഈസ് എ ഗ്രീക്ക് സിമ്പിൾ കോൾഡ് കൈ. കൈ നമ്മൾ കെമിസ്ട്രിയിൽ എന്തിനെ ഡിനോട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? മോൾ ഫ്രാക്ഷൻ. അപ്പോൾ ഈ മോൾ ഫ്രാക്ഷൻ ഞാൻ പറയണമെങ്കിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു AB സൊല്യൂഷൻ ചെയ്യണം. ആ സൊല്യൂഷനിൽ AB സൊല്യൂഷൻ എന്ന് വെച്ചാൽ മീനിങ് എന്തോ? അതിൻ്റെ അകത്ത് എയും ഉണ്ട് ബിയും. അത് എയുടെ മോൾ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ അതിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് കൈ എ കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? കൈ എയുടെ റീഡിങ് എങ്ങനെയാണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു NA. NA എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. ഇനി കൈ ബി എങ്ങനെ കണ്ടുപിടിക്കും? NB ബൈ NA പ്ലസ് NB. മനസ്സിലായോ? ഇനി ഞാൻ എടുത്തത് ABC സൊല്യൂഷൻ ആണെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പൊ എങ്ങനെ വരും? കൈ എ എന്ന് പറയുമ്പോഴത്തേക്ക് NA ബൈ NA പ്ലസ് NB, കൈ ബി എന്ന് പറയുമ്പോൾ NB ബൈ NA പ്ലസ് NB, കൈ സി നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കി എന്ത് വരും? NC ബൈ NA പ്ലസ് NB പ്ലസ് NC എന്ന് വരും. എന്ന് വെച്ചാൽ given quantity by the total quantity or the given mole by the total individual moles. അതെല്ലാം കൂടെ ആഡപ്പ് ചെയ്ത് എടുക്കണം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞത് AB ടൈപ്പ് സൊല്യൂഷൻ ആണ്. ഇതിനെയൊക്കെ ഇങ്ങനെ 2 ക്വാണ്ടിറ്റീസ് മാത്രമുള്ള നിങ്ങൾ കമ്പ്യൂട്ടറിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ബൈനറി ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് 0യും 1യും. അതേപോലെ ഇതൊരു ബൈനറി സൊല്യൂഷനാണ്. കാര്യം ഇതിൻ്റെ അകത്ത് 2 പേരേ ഉള്ളൂ. ആരൊക്കെ? എയും ബിയും. അപ്പോൾ ഒരു ബൈനറി സൊല്യൂഷനായ ABയുടെ അകത്ത് കൈ എയും കൈ ബിയും മാത്രമല്ലേ കാണും. ഇത് ഫ്രാക്ഷനാണ്. ഒരിക്കലും നിങ്ങൾക്ക് കൈ എ ചെയ്തപ്പോൾ 1.5 എന്നാ കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിവിഷൻ റോങ് ആണ്. ഒരിക്കലും മോൾ ഫ്രാക്ഷൻസ് 1നെക്കാട്ടി എബോവ് വരില്ല. എൻ്റെ കയ്യിൽ 2 പേരുള്ള ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അവിടുത്തെ കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു ആൾവേസ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ഒരു സൊല്യൂഷനിൽ 1ലധികം അല്ലെങ്കിൽ 2ലധികം 3ലധികം സാധനങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ മോൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 1 കിട്ടണം. ഓക്കെ, ഇനി ഇതൊരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റിയാണ്. യൂണിറ്റ്ലെസ് നിങ്ങളത് ഫിസിക്സിലൊക്കെ പഠിക്കും. വാട്ട് ഈസ് എ യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി, വാട്ട് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഇതിന് നമുക്ക് യൂണിറ്റ് ഇവിടെ മോൾസ് ആ മോൾസ് കട്ടായി പോകും. 1 ആണ്, യൂണിറ്റിയാണ്. സോ ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് ഇത് മോൾ ഫ്രാക്ഷൻ. ഇനി അടുത്തതാണ് ഇത് മാസ് പെർസെൻറ്റേജ്. സാധനം മാസ് പെർസെൻറ്റേജ്. Mass percentage means mass of the element in the compound into 100 by total mass of the compound. നമുക്ക് മാസ് ഓഫ് ദി എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു കോമ്പൗണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ എക്സാമ്പിളോടെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കുന്നത് കൺഫ്യൂസിംഗ് ആണിത്. മറ്റേതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മിക്കപ്പോഴും നമുക്ക് ടിസ്റ്റ് ഈ ഇക്വേഷൻസിനെയൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെയൊക്കെ ഏറ്റവും ലാസ്റ്റ് മോഡ്യൂളിൽ കുറച്ച് കണക്റ്റിംഗ് ഇക്വേഷൻസ് ഉണ്ട്. അതായത് മൊളാലിറ്റീനെ എങ്ങനെ മൊളാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക, മോൾ ഫ്രാക്ഷനെ എങ്ങനെ മൊളാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക, അങ്ങനെ കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് ഒരിക്കലും ഇത് വേറെയും ചില ഇക്വേഷൻസ് രൂപത്തിലൊക്കെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ബെറ്റർ ഈ ഇക്വേഷൻസ് പഠിക്കുന്നതാണ്. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സും ഒക്കെ വേറെ ചില ഇക്വേഷൻസ് പഠിക്കും, അതൊക്കെ വേണമെങ്കിൽ പഠിച്ചു വെച്ചേക്കാം. പക്ഷേ ഈ ഇക്വേഷൻസ് നിങ്ങളുടെ +1 +2 നിങ്ങളുടെ നീറ്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നെങ്കിൽ അവിടെയൊക്കെ നിങ്ങളുടെ തലയിൽ കാണണം. കാര്യം ഈ ചാപ്റ്ററിൽ മാത്രമല്ല, കെമിസ്ട്രി നിങ്ങൾ 11th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ് എവിടെയൊക്കെ പഠിക്കുമോ അവിടെയൊക്കെ നമുക്കിത് ആവശ്യം. ഓക്കെ, അതുകൊണ്ട് നല്ല രീതിയിൽ ഒരിക്കലും കൺഫ്യൂസിങ് ആവാതെ തിരിഞ്ഞ് മറിഞ്ഞ് പോവാത്ത രീതിയിൽ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കണം ഈ മിനിമം 4 ക്വാണ്ടിറ്റീസ് ഇക്വേഷൻ. അപ്പോൾ മാസ് പെർസെൻറ്റേജിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഇൻ വാട്ടർ. വാട്ടർ ഇങ്ങനെ തന്നെയാണ് H2O. അതിൻ്റെ അകത്ത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അതിൻ്റെ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? അതിൻ്റെ ഗിവൺ മാസ് ഓഫ് ദി അല്ലെങ്കിൽ ദ മാസ് ഓഫ് ദി എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട്. വാട്ടറിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. ഒരു ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്? 1. അപ്പോൾ 2 ഹൈഡ്രജൻ വരും 2 ബൈ ടോട്ടൽ മാസ് ഓഫ് വാട്ടർ എത്ര? 80. 2/80 × 100 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ 11.1
പെർസെൻറ്റേജ് എന്ന് പറയും. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിച്ചത് മൊളാലിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ്. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഇവരെ ഒന്നും കൂടാതെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ കുറച്ച് പേരുകൾ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കാം. ഫോർമാലിറ്റി, നോർമാലിറ്റി, അതേപോലെ തന്നെ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ മാസ് പെർസെൻറ്റേജ്, വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് എന്നൊക്കെ പറയും. ഇതൊക്കെ അഡീഷണൽ നോളജിനാണ്, NCERT കവറേജിന് അപ്പുറം കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഈ മോഡ്യൂൾസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും കേട്ട് പേടിക്കാൻ. നോർമാലിറ്റി, ഫോർമാലിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ ചാപ്റ്റേഴ്സ് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, തൽക്കാലം നിങ്ങൾ ആദ്യത്തെ ലെവലിൽ പഠിക്കുമ്പോൾ ഇത്രയെങ്കിലും ഇത് പക്ക NCERTയിലുള്ള ഈ ടേംസിൻ്റെ ഈ ഇക്വേഷൻസ്, ഇതിനൊന്നും ഇത് മാത്രമല്ല, മൊളാലിറ്റിയിൽ വേറെയും സ്റ്റൈലിൽ വേറെ ഇക്വേഷൻസ് ഒക്കെ എഴുതാം. അത് വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷെ മസ്റ്റ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ ഇക്വേഷൻസ് ആണ്. ഇത് നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ ഈ 4 ക്വാണ്ടിറ്റീസ് നോക്കി, അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ യൂണിറ്റ് ഇല്ലാത്തൊരു ക്വാണ്ടിറ്റി ഇതാണ്, ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഇനി മാസ് പെർസെൻറ്റേജ് ഒരു യൂണിറ്റ് ഒന്നും ആയിട്ട് കണക്കാം. അപ്പോൾ ഇതും എന്താണ്, ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഇനി ഈ ക്വാണ്ടിറ്റീസിൽ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏതാണെന്ന് പറഞ്ഞ് ചോദിക്കും. ടെമ്പറേച്ചർ കൂടിയാൽ കുറഞ്ഞാൽ വാല്യൂ മാറാൻ ചാൻസ് ഉള്ള ക്വാണ്ടിറ്റി ഏതാണെന്ന് പറഞ്ഞ് ചോദിക്കാറ്. അപ്പോൾ അതിൻ്റെ ആൻസർ മൊളാലിറ്റിയാണ്. കാര്യം വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ എന്തുണ്ട്, റിലേഷൻ. ഓക്കെ, അപ്പം നമ്മുടെ മൊളാലിറ്റി ഈസ് ടെമ്പറേച്ചർ, മൊളാലിറ്റി ഈസ് എന്തൊരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്, ടെമ്പറേച്ചറിനെ ബാധിക്കും. അതെങ്ങനെ ബാധിക്കും എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കുറച്ചും കൂടെ അങ്ങോട്ട് കെമിസ്ട്രി പഠിച്ചത്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ടൊക്കെ കയറുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ജസ്റ്റിഫിക്കേഷൻ പഠിക്കും. തൽക്കാലം നിങ്ങൾ ഈ പോയിന്റ് ഓർത്ത് വെച്ചേക്കണം. മൊളാലിറ്റി ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അഥവാ ടെമ്പറേച്ചർ മാറുമ്പോൾ ആരും മാറും, മൊളാലിറ്റി മാറും. കാര്യം ഇത്രയേ ഉള്ളൂ, ഇതിൽ വോളിയത്തിൻ്റെ ടൈം വന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു സ്റ്റൗവിൽ കുറച്ച് പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് ചൂടാക്കും. ആദ്യം നിങ്ങൾ 1 ലിറ്റർ വെള്ളം വെച്ച് ചൂടാക്കും. ടെമ്പറേച്ചർ കൂടി തിളയ്ക്കും. നിങ്ങൾ ഗ്യാസിൻ്റെ ബർണർ സ്റ്റോപ്പ്, അപ്പോൾ ടെമ്പറേച്ചർ പിന്നെയും കൂടും. അതിനനുസരിച്ച് അത്രയും വെള്ളം നീരാവിയായി പൊയ്ക്കൊണ്ടിരിക്കും. അഥവാ അവിടുത്തെ വോളിയം ഓഫ് വാട്ടർ കുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ വെച്ച് ഓർക്കുക. അപ്പോൾ വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം സംഭവിക്കും. ടെമ്പറേച്ചർ വോളിയം ഡിപ്പെൻഡൻ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊളാലിറ്റി എന്ത് ചെയ്യും, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ്. ബാക്കി ഈ പറഞ്ഞ മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ് ഇതൊന്നും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്ക്, ഇതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മോഡ്യൂൾ 3 എന്തൊക്കെയാണ് പഠിച്ചത്, വേസ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ, അതിലേതൊക്കെ മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ്. ഓക്കെ.